പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ നടപടിയുണ്ടായിരിക്കുന്നു. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. പ്രതികളായ 3 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി കൂടി ഉണ്ടാവുന്നു. പ്രിൻസിപ്പലിന്റെ സ്ഥലം മാറ്റം സ്വാഭാവിക നടപടി എന്നൊരു ഔദ്യോഗിക വിശദീകരണം നൽകുന്നുണ്ടെങ്കിൽ കൂടി ഈ സംഭവത്തിന് പിന്നാലെയാണ് ഈ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും അമ്മു സജീവന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളെ സ്ഥലം മാറ്റിയെന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. AV ജയശങ്കർ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. ജയ്, അപ്പോൾ ഒരു നടപടി ഉണ്ടാവുന്നു, പക്ഷേ സ്വാഭാവിക നടപടി എന്നൊരു ഔദ്യോഗിക വിശദീകരണം കൂടി പ്രിൻസിപ്പലിന്റെ ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ടല്ലോ. വിവരങ്ങൾ. അമ്മു സജീവിന്റെ മരണത്തിന് പിന്നാലെ ചുട്ടിപ്പാറ കോളേജ് കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാളെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. സീതക്കോട് കോളേജ് പ്രിൻസിപ്പാൾക്കാണ് കോളേജിലേക്കാണ് സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത്. പകരം സീതത്തോട് കോളേജ് പ്രിൻസിപ്പാളെ ചുട്ടിപ്പാറ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥിനികളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം ഈ പ്രിൻസിപ്പാളിന്റെ സ്ഥലം മാറ്റം അത് സ്വാഭാവിക നടപടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിൻസിപ്പാൾമാരെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം. പക്ഷേ നമുക്ക് ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇതൊരു നടപടിയുടെ കൂടി ഭാഗമായാണ് ഇത്തരത്തിലൊരു സ്ഥലം മാറ്റത്തിലേക്ക് ആരോഗ്യ സർവകലാശാല കടന്നത് എന്ന് തന്നെയാണ്. പക്ഷേ ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം ഇത് സ്വാഭാവിക നടപടിയുടെ ഭാഗമായുള്ള സ്ഥലമാറ്റം എന്നാണ്. എന്തായാലും 3 വിദ്യാർത്ഥിനികളെയും ഇന്ന് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസമാണ് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ജയിലിൽ നിന്ന് മോചിതരാകുന്നത്. അതിന് പിന്നാലെയാണ് കുട്ടികൾക്ക് നേരെയും ഒരു നടപടി ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ കുടുംബം ഈ കോളേജിലെ ഒരു അധ്യാപകനെതിരെയും ഗുരുതരമായ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. അധ്യാപകൻ കുട്ടികളെ പരസ്യ വിചാരണയ്ക്ക് വിട്ടുകൊടുത്തു. 3 പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് മാനസികമായ പീഡനം നേരിട്ട ഘട്ടത്തിൽ അധ്യാപകന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള വിശദമായ ആരോപണങ്ങളുമായി ഒരു പരാതി പത്തനംതിട്ട DSPക്ക് നൽകിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നടപടി കോളേജ് തലത്തിൽ ആദ്യമായ ഒരു നടപടി ഉണ്ടാകുന്നത്. ഈ മരണം നടന്ന് 20 ദിവസം അധികം പിന്നിടുന്ന ഒരു ഘട്ടത്തിലാണ് 3 വിദ്യാർത്ഥിനികളെ സസ്പെൻഡ് ചെയ്യുകയും കോളേജ് പ്രിൻസിപ്പളെ സ്ഥലം മാറ്റുകയും ചെയ്യുന്ന ഒരു നിർണായക നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി, വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജയ്, ഇപ്പോൾ ഈ 3 പ്രതികൾ, അതായത് പ്രതികളായ 3 വിദ്യാർത്ഥികളാണ് നേരത്തെ ഉണ്ടായത്. പോലീസ് അവരെ കസ്റ്റഡി എടുക്കുകയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ കോളേജിന്റെ ഭാഗത്തും ഇങ്ങനെ നടപടി ഉണ്ടാകുമ്പോൾ അതിൽ കോളേജ് നിലപാട് വ്യക്തമാക്കുന്നു എന്നുണ്ട്. മാത്രമല്ല, ഈ പ്രിൻസിപ്പലിനെ ഒരു സ്വാപ്പ് ട്രാൻസ്ഫർ ആണ്, മറ്റൊരു കോളേജിലേക്ക് മാറ്റുന്നു, അവിടെയുള്ള പ്രിൻസിപ്പലിനെ തിരികെ ഇവിടത്തേക്കും വരുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കവിഞ്ഞ് കൂടുതൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ ഹോസ്റ്റൽ വാർഡനയ്ക്കെതിരേക്കുള്ള ചില ആരോപണങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ നേരത്തെ ഉന്നയിക്കപ്പെട്ടതാണല്ലോ. അതായത് സീതത്തോട്ടിലെ നഴ്സിംഗ് കോളേജിലേക്കാണ് നിലവിൽ ചുട്ടിപ്പാറ കോളേജിലെ പ്രിൻസിപ്പളെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. പകരം സീതത്തോട് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന തുഷാരയാണ് ചുട്ടിപ്പാറയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതായത് ഒരു സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്ഥലമാറ്റം എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. പക്ഷേ നമുക്ക് സർവകലാശാലയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് കൃത്യമായ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമാറ്റം തന്നെയാണ്. പക്ഷേ ഔദ്യോഗിക വിശദീകരണം ഇത് സ്വാഭാവിക സ്ഥലമാറ്റം എന്നുമാണ്. പക്ഷേ ഈ നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ആരോഗ്യവകുപ്പിന് നടപടിയെടുക്കാൻ സാധിക്കുക. കാരണം അമ്മു മരണപ്പെട്ടത് ആത്മഹത്യ ചെയ്യുന്നത് ഒരു NSS ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ NSS ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള ദുരൂഹതകളോ മറ്റു കാര്യങ്ങളോ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതല്ലാതെ മറ്റ് നടപടികളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. ഈ NSS ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്ന് പറയുന്നത് സാധ്യമല്ല. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നെന്ന കാര്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് ഇതുവരെ നീങ്ങുകയും ചെയ്തിട്ടില്ല. നിലവിൽ കോളേജ് തലത്തിൽ സർവകലാശാലയ്ക്ക്, ആരോഗ്യ സർവകലാശാലയ്ക്ക് എടുക്കാൻ സാധിക്കുന്ന പരമാവധി നടപടിയാണ് സർവകലാശാല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ആരോപണ വിധേയരായ ഇത്രയും നാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലും പോലീസ് കസ്റ്റഡിയിലും കഴിഞ്ഞ 3 വിദ്യാർത്ഥിനികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ അമ്മു മരിക്കുന്ന ഘട്ടത്തിൽ കോളേജിന്റെ ചുമതലയുണ്ടായിരുന്ന അമ്മുവിന്റെ പരാതി ഉൾപ്പെടെ പരിശോധിച്ച അതിൽ നടപടിയെടുത്തു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ച നിലവിലെ കോളേജ് പ്രിൻസിപ്പാളെ ആ കോളേജിൽ നിന്ന് സ്ഥലം മാറ്റുന്നു. സീതത്തോട്ടേക്കാണ് സ്ഥലം മാറ്റം. സീതത്തോട്ടെ പ്രിൻസിപ്പാളെ തിരിച്ച് ചുട്ടിപ്പാറയിലേക്കും നിയമിക്കുന്നു. ശരി, വിജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.